ട്രംപ് 2.0 ലോഞ്ചിങ് പാഡിലാണ്. കൗണ്ട് ഡൗൺ പ്രക്രിയ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ലോങ് പ്രക്രിയയാണ് കേട്ടോ. കൗണ്ട് ഡൗൺ. നവംബറിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപിന് ജനുവരി മാസം അടുത്ത വർഷം 2025 ജനുവരി മാസം 20 വരെ കാത്തിരിക്കേണ്ടി വരുന്നു. ട്രംപ് വിൽ ബി ലോഞ്ച്ഡ് ഷോർട്ട്ലി. ആ ഒരു സമയത്താണ് ട്രംപിൽ നിന്നും ഇനിയുള്ള നാളുകളിൽ പ്രസിഡന്റ് പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രതീക്ഷിക്കേണ്ടതുണ്ട്, അതേക്കുറിച്ച് പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപുള്ള അവസാന നിമിഷ വിലയിരുത്തലും നിഗമനവും പ്രൊജക്ഷൻസും പ്രഡിക്ഷൻസുമാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. ട്രംപ് നിസ്സാരനല്ല. വിഖ്യാതനായ ഒരാൾ, ആർക്കും വഴങ്ങാത്ത ഒരു കാട്ടുകുതിര എന്ന രീതിയിലാണല്ലോ ട്രംപിന്റെ നീക്കങ്ങൾ. അപ്രതീക്ഷിത അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ട്രംപിന്റെ മുഖമുദ്ര. അങ്ങനെയാണെങ്കിൽ ട്രംപ് ലോഞ്ചിങ് പാഡിൽ നിൽക്കുമ്പോൾ ആരൊക്കെയാണ് എയറിലാവുന്നത്? ഇതാണ് ചോദ്യം. അതുകൊണ്ട് ഈ വീഡിയോയിൽ രാജ്യങ്ങൾ, നേതാക്കൾ, അവർ ട്രംപിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് ലഭിക്കാൻ സാധ്യത, ഇതെല്ലാം ഹ്രസ്വമായി വിലയിരുത്താമെന്നാണ് കരുതുന്നത്. നമുക്കൊരറ്റത്ത് നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ജിയോഗ്രാഫിക്കലി കിഴക്കേ അറ്റത്ത് നിന്ന് തന്നെ വങ്ങ് കിഴക്ക്, ഫാർ ഈസ്റ്റ്, നോർത്ത് കൊറിയ ഇടഞ്ഞു നിൽക്കുന്ന ഒറ്റക്കൊമ്പനായ അല്ലെങ്കിൽ ഒറ്റയാനായ കിം ജോങ് ഉൻ. അദ്ദേഹം തികച്ചു ഒറ്റയാനല്ല. കൊറിയയുടെ ഏകാധിപതി, വടക്കൻ കൊറിയയുടെ ഏകാധിപതി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ചങ്ങാതി. അദ്ദേഹത്തിന്, വ്ളാഡിമിർ പുടിന് സൈന്യത്തെ ഉൾപ്പെടെ, ഈ യുക്രൈനുമായുള്ള യുദ്ധത്തിൽ സൈന്യത്തെ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ. അദ്ദേഹത്തെ തുച്ഛീകരിച്ച് കാണാനാവില്ല. ട്രംപ് മാത്രമാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഇദ്ദേഹവുമായി, കിം ജോങ് ഉന്നുമായി സംസാരിക്കാൻ തയ്യാറായത് ട്രംപ് മാത്രമാണ്. ഇനിയും ആ സംസാരം തുടരും. അങ്ങനെയുള്ള ഒരു കാടൻ മനുഷ്യനെ മെരുക്കിയെടുക്കാനും നെഗോസിയേഷൻ ടേബിളിൽ കൊണ്ടുവരാനും വലിയ ദീർഘദൂര മിസൈലുകൾ, കൊറിയയുടെ, വടക്കൻ കൊറിയയുടെ ദീർഘദൂര മിസൈലുകൾ അമേരിക്കയ്ക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും വേണ്ടി വന്നാൽ ഭീഷണിയൊക്കെ ഉന്നിൻ്റെ അടുത്ത് ഫലിക്കുമോ എന്നറിയില്ലെങ്കിലും ട്രംപാണ് ആള് മറുപക്ഷത്ത്. അപ്പൊ ഉന്നിനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന ഒരുവൻ എന്ന നിലയിലാണ് ട്രംപിനെ കാണുന്നത്. അതുകൊണ്ട് കൊറിയ അമേരിക്ക ബന്ധങ്ങളിൽ ഒരുപക്ഷെ ഒരു ചെറിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പേടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ പേടിയൊന്നുമില്ല, തോന്നിയതുപോലെയായിരുന്നു കിം ജോങ് ഉന്നിന്റെ പോക്ക്. ചൈനയാണ് രണ്ടാമത്തെ ഫാക്ടർ. കിഴക്കിന്റെ ശക്തി, അല്ലെങ്കിൽ ലോകത്തെ അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ശക്തി. ട്രംപ് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. വ്യാപാര കാര്യത്തിൽ ഒരു ഇഞ്ച് പിന്നോട്ടില്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഡംപ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ 60% ഇറക്കുമതി ചെയ്തോ ചുമത്തും. അതൊക്കെ പ്രായോഗികമായി നടക്കില്ലായിരിക്കും. 60% എന്നൊക്കെ ട്രംപിന്റെ ആഗ്രഹം മാത്രമാണ്. പക്ഷേ അമേരിക്കയിലേക്ക് ചൈനീസ് ഇറക്കുമതി പരമാവധി നിയന്ത്രിക്കാൻ ട്രംപ് ശ്രമിക്കും. ചൈന ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ ഇങ്ങോട്ട് എടുക്കണ്ട. ഞങ്ങളും മാനുഫാക്ചറിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഉൽപാദന രാഷ്ട്രമായി അമേരിക്ക മാറുന്നു. ഉപഭോഗ രാജ്യമായിട്ടല്ല, കൂടുതൽ ഉൽപാദനം ഉണ്ടാകുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൂടുതൽ തൊഴിൽ ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഇക്കോണമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് അമേരിക്കക്കാർ തനിക്ക് മാൻഡേറ്റ് തന്നിരിക്കുന്നത് എന്നാണ് ട്രംപിന്റെ ഭാഷ്യം. അതുകൊണ്ട് ചൈനയുമായി വ്യാപാര രംഗത്ത് ഒരു നീക്കുപോക്കും നടക്കില്ല. കർശനമായ നിലപാടുകൾ ഉണ്ടാകും. ഉപരോധങ്ങളൊന്നുമല്ല എങ്കിൽ പോലും നിലപാടുകൾ ഉണ്ടാകും. ജപ്പാനാണ് മറ്റൊരു ഫാക്ടർ. ജപ്പാനുമായി പരമ്പരാഗതമായുള്ള ഊഷ്മളമായ ബന്ധം കുറച്ചുകൂടി ദൃഢമാകാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, പ്രത്യേകിച്ചും നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ആ കടലുകളൊക്കെ അശാന്തമാണ്. അപ്പം ജപ്പാൻ അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണി അത് ചില്ലറയല്ല. ക്വാഡ് ഉൾപ്പെടെയുള്ള സഖ്യത്തിൽ ജപ്പാനും ഇന്ത്യയും ഓസ്ട്രേലിയയും അമേരിക്കയും അംഗങ്ങളാണ്. മുന്നോട്ട് പോകും ട്രംപിന്റെ കാലഘട്ടത്തിൽ. കാര്യമായ മാറ്റം പ്രതീക്ഷിക്കാനില്ല. നമ്മൾ ഇന്ത്യയിലേക്ക് അവസാനം വരാം. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. വെസ്റ്റ് ഏഷ്യയെക്കുറിച്ച് നമ്മൾ ഏറെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ്. എങ്കിൽ പോലും ട്രംപിന്റെ വെസ്റ്റ് ഏഷ്യ നയത്തിൽ അമേരിക്കയുടെ നഷ്ടപ്പെട്ടു പോയ വെസ്റ്റ് ഏഷ്യയിലെ പ്രതാപം, സ്വാധീനം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ടാകും. ഇസ്രയേലിനെ കണ്ണുമടച്ച് വിശ്വസിക്കുക എന്നതല്ല, ഇസ്രയേലുമായി ശക്തമായ ഒരു ഊഷ്മളമായ ബന്ധം തുടരുകയും അതേസമയം ഇസ്രയേലിനെ തന്നിഷ്ടപ്രകാരം അഴിച്ചുവിടാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വഴി ഒരു ഗ്രേറ്റ് ബാലൻസിങ് ആക്ട് ഇൻ വെസ്റ്റ് ഏഷ്യയാണ് ട്രംപിന്റെ മനസ്സിലെന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. അത് അറബ് രാജ്യങ്ങൾക്ക് സ്വല്പം ആശ്വാസമാണ്. പക്ഷേ അറബി മേഖലയ്ക്ക് പുറത്തുള്ള ഇസ്രയേലിന്റെ നിതാന്ത ശത്രു ഇറാനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പേടി സ്വപ്നം തന്നെയാണ്, സംശയമില്ല.
ഇറാന്റെ കാര്യം വരുമ്പോൾ ട്രംപ് ഒരിഞ്ച് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ബന്ദിമോചനമായിരുന്നല്ലോ എപ്പോഴും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ രാഷ്ട്രീയ മനസ്സിനെ, തെരഞ്ഞെടുപ്പ് മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്ന വലിയ വിഷയമാണ് ബന്ദികൾ. നമുക്കറിയാമല്ലോ 1979 ഇസ്ലാമിക വിപ്ലവം ഉണ്ടായ ഉടനെ തന്നെ ഇസ്ലാമിക തീവ്ര വിഭാഗക്കാർ, വിദ്യാർത്ഥികൾ അമേരിക്കയുടെ ഇറാനിലെ ടെഹ്റാനിലെ എംബസിയിൽ ഇരച്ചു കയറി അവിടുത്തെ വ്യക്തികളെ, ജീവനക്കാരെ തടവിലാക്കി 444 ദിവസമാണ് ഇറാന്റെ കസ്റ്റഡിയിൽ കഴിഞ്ഞത്. അത് ജിമ്മി കാർട്ടറുടെ സമയത്താണ്. ജിമ്മി കാർട്ടർ വലിയ തോതിൽ അറബ് ഇസ്രായേലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വലുതായി ശ്രമിച്ചു. ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് 1978 ഇസ്രായേലും ഈജിപ്തും തമ്മിൽ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയിൽ ഒത്തി നിർത്താൻ സഹായിച്ചത് ജിമ്മി കാർട്ടറുടെ, അമേരിക്കൻ പ്രസിഡന്റായ ഡെമോക്രാറ്റിക് കക്ഷിക്കാരനായ കാർട്ടറുടെ മധ്യസ്ഥതയാണ്. പക്ഷെ കാർട്ടറുടെ പ്രതിച്ഛായ മുഴുവൻ തകർന്നു വീണു. അമേരിക്കൻ ബന്ദികളെ തിരിച്ചെത്തിക്കാൻ സാധിച്ചില്ല. അമേരിക്കയുടെ ഒരു ഓപ്പറേഷൻ, കമാൻഡോ ഓപ്പറേഷൻ അമ്പേ പാളി. എന്നാൽ അടുത്ത പ്രസിഡന്റ് റൊണാൾഡ് റെയ്ഗൻ അധികാരത്തിൽ വന്നാന്ന് തന്നെ ബന്ദിമോചനം സാധ്യമായി. അമേരിക്കൻ ബന്ദികളെ വിട്ടയച്ചു. ഏതാണ്ട് സമാനമായ സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്ക് കൂടെ താല്പര്യമുള്ള ചില ബന്ദികളുണ്ട് ഹമാസിന്റെ കസ്റ്റഡിയിൽ. അതുകൊണ്ട് ട്രംപിനെയും റെയ്ഗനെയും ഇവിടെ കമ്പയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. റെയ്ഗനും അതുപോലെ ശക്തനായ ഒരു പ്രസിഡന്റ് എന്ന, റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് എന്ന ഖ്യാതിയുള്ള ആളാണ്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ട്രംപിനെ പേടിയുണ്ട്, അന്ന് റെയ്ഗനെ പേടിയുള്ളതുപോലെ ഇറാന്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കാൻ സാധ്യത. ട്രംപിനോട് മുട്ടാൻ ഒരു പക്ഷേ ഇറാന്റെ മതഭരണകൂടം തയ്യാറാവില്ല. കാരണം ട്രംപ് ഏതറ്റം വരെയും പോകും. ബൈഡൻ അല്ല ട്രംപ്, അതുകൊണ്ട് ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ഇറാൻ നിൽക്കൂ. വലിയ സാഹസത്തിനൊന്നും മുതിരില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇനി റഷ്യയിലേക്ക് വരാം. വ്ളാഡിമിർ പുടിൻ ആൻഡ് ഡൊണാൾഡ് ട്രംപ്, അതൊരു വലിയ കഥയാണ് അല്ലെ. രണ്ടുപേരും അവരവരുടെ രീതിയിൽ തൻ്റെടുകളാണ്. പക്ഷേ അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ അവരെ സ്വാധീനിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള അപസർപ്പക കഥകൾ പോലെയുള്ള കഥകളുണ്ട്. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് താനും. ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ചങ്ങാത്തമാകുമ്പോൾ ഉക്രൈൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ലോകത്തിനുണ്ട്. അത് നിറവേറട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അപ്പോൾ യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് വരിക, അതാണ് യൂറോപ്യൻ യൂണിയൻ, EU കൺട്രീസ്, കോമൺ മാർക്കറ്റ്, സിംഗിൾ മാർക്കറ്റ് ഇതെല്ലാം ഉള്ള രാജ്യമാണ്. EU അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിയേറ്റ പ്രശ്നമാണ്. ട്രംപും അഭിമുഖീകരിക്കുന്ന, അമേരിക്കയും അഭിമുഖീകരിക്കുന്ന പ്രശ്നം കുടിയേറ്റ പ്രശ്നമാണ്. അത് വ്യത്യസ്തമായ പ്രശ്നമാണ്. മെക്സിക്കോയിൽ നിന്നുള്ള കുടിയേറ്റമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അലോസരം ഉണ്ടാക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറുന്നു. പക്ഷേ യൂറോപ്പിൽ ഇസ്ലാമിസ്റ്റുകൾ ഒരുപക്ഷെ വലിയ തോതിൽ കുടിയേറുന്നു എന്ന പരിഭവം യൂറോപ്യൻ ഭരണകൂടങ്ങൾക്കെല്ലാം ഉണ്ട്. ജർമ്മനിക്കും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം ഇതേ ഒരു പരിഭവമുണ്ട്. ഒരുപക്ഷെ ബ്രെക്സിറ്റിൽ കലാശിച്ച, ബ്രിട്ടന്റെ പുറത്തുപോകലിൽ കലാശിച്ച ഒരു തീരുമാനവും ഇതേ തുടർന്ന് സിറിയൻ അഭയാർത്ഥികളുടെ വൻതോതിൽ ഉള്ള യൂറോപ്പിലേക്കുള്ള കടന്നുവരവാണ്. ഈ അഭയാർത്ഥി പ്രശ്നത്തിന് ഒരു ഗ്ലോബൽ മാനം വരാൻ പോവുകയാണ് ട്രംപ് വരുമ്പോൾ. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തെ കർശനമായി, അനധികൃത കുടിയേറ്റം, അധികൃതമല്ല, ഇന്ത്യയിൽ നിന്നും H-1B വിസയിലും ഒക്കെ പോകുന്ന ടെക്നോക്രാറ്റുകളൊക്കെ പോകുന്നത് സ്വാഗതം ചെയ്യുന്നു ട്രംപ്. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അനധികൃത നുഴഞ്ഞ കയറ്റത്തിലൂടെ പെട്ടെന്ന് കയറിക്കളയാം. ഇത് അമേരിക്കയിൽ നടക്കില്ല. യൂറോപ്യൻ രാജ്യങ്ങളും അതിനെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ ജനവികാരമുണ്ട്. ഈ കുടിയേറ്റത്തിനെതിരെ അതിന് സംയുക്തമായ നീക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ ബിസിനസിന്റെ കാര്യം വരുമ്പോൾ, കച്ചവടത്തിന്റെ കാര്യം വരുമ്പോൾ ഡോളറിനെതിരെ യൂറോ ശക്തിപ്പെടുന്നത് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. ട്രംപ് ആഗ്രഹിക്കുന്നത് ഡോളറിനെ ശക്തമാക്കി നിർത്താനാണ്. അമേരിക്കൻ വ്യവസ്ഥയെ, അമേരിക്കൻ ഗ്രീൻ ബാക്ക് അല്ലെങ്കിൽ ഡോളർ ശക്തമാക്കി നിർത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഡോളറിനെതിരെ ഉരുണ്ടുകൂടുന്ന ഒരു പ്രതിഷേധമുണ്ട് ലോകത്താകമാനം. അതിന് നേതൃത്വം നൽകുന്നത് റഷ്യയാണ്. റഷ്യയോടൊപ്പമുള്ള കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് CIS രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഡോളറിലല്ല അവരുടെ കച്ചവടം. അവർ പരസ്പരം കച്ചവടം ചെയ്യുന്നത് ഓൺ കറൻസിയിലാണ്. ഇന്ത്യ ഉൾപ്പെടെ അതിനുവേണ്ടി ശ്രമിക്കുന്നു, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കുകയും ചെയ്യുന്നു. റുപ്പി ടേംസിലുള്ള എണ്ണ കച്ചവടം നമുക്ക് ലാഭകരമാണ്. അപ്പോൾ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഘടിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ട്രാൻസാക്ഷൻസിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ട്രംപ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ അമേരിക്കൻ ഡോളർ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരും എന്ന് കേട്ടത് മുതൽ അമേരിക്കൻ ഡോളർ ഈസ് ഗെയിനിങ് മൊമെന്റം, ഗെയിനിങ് സ്ട്രെങ്ത് അഗൻസ്റ്റ് എ ബാസ്ക്കറ്റ് ഓഫ് വേൾഡ് കറൻസീസ്. ഇത് തുടരാനുള്ള സാധ്യതയുണ്ട് ഹ്രസ്വകാലത്തേക്കെങ്കിലും. പക്ഷെ ദീർഘകാലത്തേക്ക് തുടരണമെങ്കിൽ അത് മാക്രോ ഇക്കണോമിക് ഫണ്ടമെന്റൽസ് ഇത് നോക്കിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ട്രംപ് അമേരിക്കയെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ,
ആൻഡ് അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ ഏത് സുഹൃത്തിനോടും കർശനമായി വിലപേശാൻ ഇടപെടാൻ തയ്യാറാവും. യൂറോപ്യൻ യൂണിയനോട് ഒരു മയവും കാണില്ല. നിങ്ങളുടെ യുദ്ധം നിങ്ങളുടെ യുദ്ധമാണ്, ഉക്രൈനെ നിങ്ങൾ വേണമെങ്കിൽ സഹായിച്ചോളൂ, ഞങ്ങൾ ഇനി ഒരു ചില്ലിക്കാശ് തരില്ല, ഡോളർ തരില്ല എന്ന നിലപാടൊക്കെ എടുത്തേക്കാം ട്രംപ്. അതുകൊണ്ട് ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് പിന്മാറേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ റഷ്യയും പിന്മാറേണ്ടി വന്നേക്കാം വ്യത്യസ്തമായ കാരണങ്ങളാൽ. അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനുള്ള അമേരിക്കൻ സഹായം, സൈനിക സഹായം ഉൾപ്പെടെയുള്ളത് ഇതിന്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ ട്രംപ് ഒരുപക്ഷെ ശ്രമിച്ചേക്കും. ഇതാണ് യൂറോപ്പിന്റെ ആകമാന ചിത്രം. ഇനി തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് രാജ്യങ്ങൾ, അത് കാനഡയാണ് വടക്കുള്ളത്. ഇനി പോരെ എന്നാ പറഞ്ഞിരിക്കുന്നത് ട്രംപ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് മാറിയല്ലോ, അദ്ദേഹം മാറി, അദ്ദേഹത്തിനെ ഭരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ആളുകളെ തുറന്ന് കയറ്റിവിടരുത് ഇങ്ങോട്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഞങ്ങളെ ആശ്രയിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള കച്ചവടത്തിൽ ഇറക്കുമതി, നിങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഞങ്ങൾ വലിയ തീരുവ ചുമത്താൻ പോവുകയാണ്, നിങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യമൊന്നും പ്രതീക്ഷിക്കേണ്ട. വേണമെങ്കിൽ നിങ്ങൾ എൻറ്റയർ കാനഡ വേണമെങ്കിൽ അമേരിക്കയുടെ 51ാം സംസ്ഥാനമായി ചേർന്നുകൊള്ളൂ. പാതി തമാശക്കാണ് ട്രംപ് പറയുന്നതെന്ന് തോന്നാമെങ്കിലും കുറെ പേരെങ്കിലും അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. കാനഡയൊന്നും ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാക്കാൻ പോകുന്നില്ലെന്ന് വേറെ കാര്യം. പക്ഷേ ട്രംപ് പറയാനുള്ളത് പറഞ്ഞു വെച്ചു. അത് മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹം ഗ്രീൻലാൻഡിനെ കുറിച്ച് ഉൾപ്പെടെ പറഞ്ഞു. കാനഡയിൽ നിന്നും സ്വല്പം അകലെ ഉത്തര ധ്രുവത്തിനോട് ചേർന്നുള്ള ലോകത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഇപ്പോൾ ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള വലിയ ഗംഭീരമായ ദ്വീപാണ്. ധാതു നിക്ഷേപം, മഞ്ഞുമലകളാണ്, പക്ഷേ ധാതുക്കളുണ്ട്. തന്ത്രപ്രധാനമായ ഇടമാണ്, സൈനിക താവളങ്ങൾ ഉൾപ്പെടെ സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ട്. അധികം തരാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ട്രംപ്. വേണ്ട, വെറുതെ വേണ്ട, വിലയ്ക്ക് വാങ്ങാം. ഡെൻമാർക്ക് പൂർണ്ണമായി സമ്മതം മൂടിയിട്ടില്ല. പക്ഷേ ഗ്രീൻലൻഡിലെ ജനങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാകും, അതിനെ അമേരിക്കയുടെ ഭാഗമായി മാറിയാൽ നല്ലതല്ലേ എന്നൊരു ചിന്തയുണ്ടാകും. ഈ ഡിബേറ്റ് ഒക്കെ ട്രംപ് തുടങ്ങി വെച്ചു. പാനമ കനാലിന്റെ കാര്യവും നമ്മൾ സംസാരിച്ചതാണ്. പാനമ കനാൽ വെട്ടിയത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പസഫിക്കിലേക്ക് കടക്കാനുള്ള മനുഷ്യനിർമ്മിതമായ പനാമ കനാൽ നിർമ്മിച്ചത് അമേരിക്കയാണ്. അതിന് കണക്ക് പറഞ്ഞ പൈസയും വാങ്ങി. പക്ഷേ ഇപ്പോൾ അത് പാനമ വേണ്ട രീതിയിൽ നടത്തുന്നില്ല. അത് മാത്രമല്ല, വലിയ തുകയാണ് ചുങ്കം പിരിക്കുന്നത് കടന്നു പോകുന്ന കപ്പലുകളുടെ കയ്യിൽ നിന്നും. അധികം തന്നേരം ഞങ്ങൾ നടത്തിക്കോളാം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപിന്റെ ഒരു ടെറിറ്റോറിയൽ എക്സ്പാൻഷൻ പോളിസി അദ്ദേഹം അധികാരത്തെ ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം വ്യംഗ്യമായി പറഞ്ഞു വെച്ചു. അതിന് പുറമെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിന് തങ്ങളുടെ ഭൂവിസ്തൃതി വലുതാക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെച്ചു. അതിനർത്ഥം എന്താ? ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസി, തങ്ങളുടെ സുഹൃത്ത് രാജ്യങ്ങളോ തങ്ങൾ തന്നെയോ ഭൂവിസ്തൃതി കൂട്ടാനായി ന്യായമായ മാർഗങ്ങൾ, ഒരുപക്ഷെ അന്യായമായ മാർഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചാലും ഞങ്ങളത് കണ്ണടയ്ക്കും എന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് ഇനി പ്രതീക്ഷിക്കാനുള്ളത്? വലിയ യൂഫോറിയാണ്. ട്രംപ് വന്നു, ഇനിയിപ്പോൾ എല്ലാം ശരിയാകും. എല്ലാം ശരിയാകണമെന്നില്ല. കച്ചവടം തന്നെയാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, വിശദമായി അത് വ്യക്തമാക്കുന്നില്ല. കാരണം ഇന്ത്യയും ട്രംപും തമ്മിൽ, നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നല്ല ബന്ധമാണ്, വ്യക്തിപരമായി, പേഴ്സണൽ ഡിപ്ലോമസി. പക്ഷെ അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ തമ്മിൽ മുൻപുള്ള ബന്ധത്തെക്കാൾ കൂടുതലോ കുറവോ ആകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. ജിയോ സ്ട്രാറ്റജിക്കലി ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ ഇന്ത്യ എന്ന പങ്കാളിയെ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്, ഇന്ത്യക്കും ആവശ്യമുണ്ട്. ഗ്ലോബൽ ടെററിസം അതിനെ ഒതുക്കാൻ വേണ്ടി അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ യോജിച്ചുള്ള തീരുമാനങ്ങൾ ആവശ്യമുണ്ട്. ആ സെൻസിൽ റഷ്യയെ പിണക്കാതെ തന്നെ അമേരിക്കയുമായി സൗഹൃദം നിലനിർത്തുന്ന തിരക്കിലാണ് ഇന്ത്യ. ഇത് നന്നായി അറിയാവുന്ന ആളുമാണ് ട്രംപ്. അതുകൊണ്ട് ഇന്ത്യക്കും പ്രതീക്ഷ ഏറെയൊന്നുമല്ല എങ്കിൽ പോലും കാര്യമായ ദോഷമുണ്ടാകുമെന്ന ചിന്തയില്ല. പക്ഷെ കച്ചവട കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ട്രംപ് തയ്യാറാവില്ല എന്നതുകൊണ്ട് സൂക്ഷിച്ച് അമേരിക്കയുമായി കച്ചവടം നടത്തേണ്ടി വരും എന്നത് മാത്രമാണ് ഇന്ത്യയുടെ ആശങ്ക. അപ്പൊ ട്രംപിന്റെ ഇനോഗ്രേഷൻ ഗംഭീരമാക്കട്ടെ, പൊടിപിടിക്കട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല, നമ്മുടെ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുക്കുന്നു. ചൈനീസ് പ്രസിഡന്റും പങ്കെടുക്കുന്നില്ല. ഷി ജിൻപിങ്ങിന് ക്ഷണമുണ്ട്, പക്ഷെ പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ചൈനീസ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. ഇതൊക്കെ നടക്കട്ടെ. അതുകൊണ്ട് പതിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിൽ ഇനോഗ്രേഷൻ നടക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കാട്ടുതീയുണ്ട് കേട്ടോ, മറക്കണ്ട. കാലിഫോർണിയയിലെ കാട്ടുതീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതുകൂടി പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഈ തീക്കുണ്ഠത്തിനുള്ളിലും പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ അമേരിക്കൻ ജനതയുടെ ഉള്ളിലുണ്ട്, ലോകത്തിന്റെ മനസ്സിലുണ്ട്. ട്രംപ് ലോകസമാധാനം കൊണ്ടുവരട്ടെ. ലെറ്റ് ഹിം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഇറ്റ് ഈസ് നൺ ഓഫ് അവർ കൺസേൺ, ബട്ട് ലെറ്റ് ഹിസ് റെയിൻ, അല്ലെങ്കിൽ ഡ്യൂറിംഗ് ഹിസ് റെയിൻ,
മേ പീസ് പ്രിവെയിൽ ഇൻ ദ ഹോൾ വേൾഡ്. അതാണ് നമ്മുടെ ആഗ്രഹം.